അപ്പൊ നേരെ ഷാപ്പിലോട്ട്. എന്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ നമ്മുടെ ഉറ്റച്ചങ്ക സോനീഷിന്റെ വീട്ടിലാണ്. നാട്ടിലെ വീട്ടിലാണ്. ഓസ്ട്രേലിയ അല്ല, നാട്ടിലെ വീട്ടിലാണ്. അപ്പത്തേ സോനീഷിന്റെ പപ്പ മമ്മി ചങ്കുകളെല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാം സോനീഷ് ഒന്ന് പരിചയപ്പെടുത്തിക്ക്. ഇത് എന്റെ മമ്മി, അമ്മ എല്ലാവർക്കും ഹായ് പറഞ്ഞു. ഇത് നമ്മുടെ കൂട്ടുകാരൻ പൊന്നച്ചൻ, അത് നമ്മുടെ ആത്മാർത്ഥ ജോലി. ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവനുണ്ട് ഇവര് തമ്മിൽ ആത്മാർ സുഹൃത്തുക്കൾ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാർ തൊട്ടുള്ള തുടങ്ങിയ അതല്ല, അതിന് മുമ്പ് തുടങ്ങി കോമഡി സ്റ്റാർ ബന്ധം. കോമഡി സ്റ്റാർ പിന്നെ ഒരു കട്ടിലേല് ഒരു പായയിൽ കിടന്നുള്ളൂ. അങ്ങനെ ഒരുപാട് കിടന്നുറങ്ങിയിട്ടാണ് നമ്മൾ സ്കിറ്റുകൾ ഉണ്ടാക്കി ലോകം മുഴുവനുള്ള മലയാളികളെ ചിരിപ്പിച്ചത്. ഉല്ലാസം എന്ന് പറഞ്ഞ ഒരാള് ഇത്രയും താരമൂല്യമായത് ഉല്ലാസ് പന്തളം. ഈ 4 സ്റ്റാർസ് എന്ന് പറഞ്ഞ കോമഡി സ്റ്റാർസിലെ ടീമായിരുന്നു. അത് തന്നെ കറക്റ്റ്. അപ്പൊ അന്ന് ഉണ്ടാക്കിയ സ്കിറ്റുകളൊക്കെ ഇന്നും കണ്ടിട്ട് ആൾക്കാര്, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ നല്ല കലാകാരന്മാരാണ്. ഇവർ രണ്ടുപേരും അതുല്യമായ കലാകാരന്മാരാണ്. അവരുടെയൊക്കെ നമ്മള് കോമഡികളും പാട്ടുകളും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന. ഞങ്ങൾ തമ്മിൽ മാറിപ്പോകാറുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഈ പരിപാടിക്ക് ചെല്ലുമ്പോ ചേട്ടനല്ലേ മറ്റേ പാട്ട് പാടുന്ന മാറ്റാൻ പോകുന്നില്ല. ഇവന് എവിടെയും ചെല്ലുമ്പോ ചേട്ടനല്ലേ മറ്റേ അമ്മച്ചിയായിട്ട് ചട്ടയും കൊണ്ടുപോയി ഞാൻ തന്നെയാണ്. ചേട്ടന്റെ ചിരി ഇങ്ങനെയല്ലല്ലോ, അത് ഞാൻ അവിടെ വേറെ ചിരിയാ. പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അവരെ ഇതൊക്കെ ഇവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സോനിഷ, പിന്നെ സോനിഷ പറഞ്ഞു നിങ്ങളുടെ സമയത്ത് നല്ല കള്ള് കിട്ടുന്ന സ്ഥലമാണ്. ഈ കള്ളിന്റെ കഥ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരുമ്പോ അങ്ങനെയാണല്ലോ. അവിടെ നമുക്കൊരു ഷാപ്പ് ഉണ്ടല്ലോ, അതിന് നല്ലൊരു ഷാപ്പിലോട്ട് നമ്മൾ പോവാ, നാടൻ കള്ള് കുടിക്കാം. അപ്പൊ നേരെ അങ്ങോട്ട് പോയാലോ? അപ്പൊ നേരെ ഷാപ്പിലോട്ട്. സുരേഷ്, നമ്മുടെ ഷാപ്പില്ലേ അങ്ങോട്ട് പോകുന്ന വഴി കാണാൻ വേണ്ടി കരുതാ. അതെ, ഒരു സ്ഥലം, അതായത് ഈ വഴി ഉണ്ടല്ലേ, 2 പാറ ഇടുക്കിൽ കൂടെ അല്ലെ, തുരങ്കം. റീൽസിലൊക്കെ വന്നേക്കുന്ന സ്ഥലമാണ് രാമൂർ. അതൊന്ന് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വന്നത് അല്ലേ. ഓക്കെ, അതൊന്ന് കണ്ടിട്ട് പോയതാലും. എന്നിട്ട് നേരെ ഷാപ്പിലോട്ട് ഇതൊന്ന് കണ്ടിട്ട്. അടിപൊളി, അതായത് 2 സൈഡിലും പാറ അല്ലേ. മഴയത്ത് പൊളിയായിരിക്കും കേട്ടോ ഈ വഴി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. മഴയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഭയങ്കര കിടു സംഭവമാണ്. ഇത് അടിപൊളിയാണ്. അതുപോലെ സോനീഷിന്റെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോ എവിടെ സോനീഷ വന്നിരിക്കുന്നത്? നമ്മൾ പാല ഇരാറ്റോട് ഹൈവേയില് നല്ല ഒരു അടിപൊളി ഷാപ്പിലാണ്. കടവെന്ന് പറയും, നമ്മുടെ സുഹൃത്തിന്റെ ഷാപ്പാണ്. പാലായി വന്ന പിന്നെ എങ്ങനെയാ 2 ഗ്ലാസ് കള്ളടിക്കാതെ അതെ, അതാണ് കോട്ടയം അല്ലേ. പാലായും മീനച്ചിലും കരയിച്ചാലും ചങ്ങനാശ്ശേരിയും ഒക്കെ ഉള്ള കോട്ടയം. അതായത് നമ്മൾ കടവൂർ ഷാപ്പിലാണ്. അതിന്റെ തൊട്ട് താപ്പഴ കടവും അതൊക്കെ ആറ്റി വെള്ളമൊന്നുമില്ല എങ്കിൽ അതൊക്കെ നമുക്ക് കാണിക്കാല്ലേ. അതെ, ഫുഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ നേരെ നമ്മൾ അകത്തോട്ടെ, കടവിനകത്തോട്ടെ. ഇതിന്റെ ഓണർ സോനീഷിന്റെ ഫ്രണ്ടാണ്, അദ്ദേഹം വരും. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. കിച്ചനകത്തൂടെ കയറി ഇറങ്ങിയ ഒരു യാത്ര അല്ലേ, ഇറങ്ങിയടിക്കാം. പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഷാജി, നമ്മുടെ സോനീഷിന്റെ സുഹൃത്താണ്. ഷാജിയേട്ടൻ നമ്മുടെ തൊട്ട് മീനച്ചിലാറിന്റെ തൊട്ട് സൈഡിലാണ്. പക്ഷേ മീനച്ചിലാറ് ശാന്തസുന്ദരിയായിട്ട് ഒഴുകുന്നില്ല, കാരണം ഇപ്പം വെള്ളമില്ല. ഇനി അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ വെള്ളം ഒഴിഞ്ഞ് തത്തിക്കളിച്ചവൾ പോകുന്നതാണ് അല്ലേ. ആ ഷാപ്പ് അതിന് തൊട്ട്, അതാണ് കടവെന്നുള്ള പേര് അല്ലേ സാറേ. കടവ് നല്ല ഇല്ലിമുളയൊക്കെ നിൽക്കുന്ന നല്ല അടിപൊളിയാണ്. ഭയങ്കര ആംബിയൻസ് സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. വെള്ളം കൂടെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് കിച്ചണൊക്കെ കയറി അല്ലേ, നിങ്ങളുടെ സ്പെഷ്യലൊക്കെ ഒന്ന് ഉണ്ടാക്കിയല്ലേ, എല്ലാം സെറ്റാക്കാം. അപ്പൊ നേരെ അകത്തോട്ടെ. പേര് ശ്രീജിത്ത് ആണല്ലേ. ശ്രീജിത്ത്, ഇന്ന് നമ്മുടെ ഈ കടവ് ഷാപ്പിലെ സ്പെഷ്യൽ എന്നാക്കിയാണ് കാണിച്ചത്? നമ്മുടെ സ്പെഷ്യലുള്ളത് കപ്പയിൽ നമുക്ക് 5 ഐറ്റത്തിൽ സ്പെഷ്യലുകളുണ്ട്. ഉണക്കപ്പ വേവിച്ചതുണ്ട്, പച്ചക്കപ്പ വേവിച്ചതുണ്ട്, പിന്നെ താളിച്ച കപ്പയുണ്ട്, ഉണക്കപ്പ താളിച്ചതുണ്ട്, പാൽക്കപ്പയുണ്ട്, പിന്നെ വരുന്നത് കള്ളപ്പമുണ്ട്, പാലപ്പമുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് 4 ഐറ്റത്തിൽ, പിന്നെ വരുന്നത് കപ്പ ബിരിയാണി. പിന്നെ കറികൾ എന്നൊക്കെ? കറികൾ വരുന്നത് നാടൻ കോഴി വറുത്തരച്ച കറിയുണ്ട്, പോർക്കിൻ്റെ ചാപ്സ് ഉണ്ട്, പോർക്കിൻ്റെ റിബ്സ് ഉണ്ട്, താറാവ് മപ്പാസ് ഉണ്ട്, ഞണ്ട് റോസ്റ്റ് ഉണ്ട്, കൂന്തൽ റോസ്റ്റ് ഉണ്ട്, കൂന്തൽ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ കിഴികത്തിച്ചതുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ വലിയ മീനുകളിൽ വന്നാൽ കാളാഞ്ചിയുണ്ട്, ആവോലിയുണ്ട്, ചെമ്പല്ലിയുണ്ട്, പരാലുണ്ട്,
പച്ചണങ്കുണ്ട്. പിന്നെ പൊടിവറ ഐറ്റംസിലാണെങ്കിൽ നമുക്ക് കൊഴുവ ഉണ്ട്, ആറ്റുപൊടി മീനുണ്ട്, പള്ളത്തിയുണ്ട്. എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. ഷാപ്പിലെ കറിക്കൊരു പ്രത്യേകതയാണ്. നമ്മൾ എവിടെ ചെന്ന് കഴിച്ചാലും ഷാപ്പിലെ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കിട്ടുന്നത് ഇതല്ലേ. ഇത് ഒന്നാന്തരം, ഇത് താറാവില്ലേ അല്ലേ? ഇത് താറാവ് മപ്പാസ്. ഇതുണ്ട് ഒന്നാന്തരം താറാവ് മപ്പാസ്. ഇത് പോർക്കല്ലേ അല്ലേ? ഇത് പോർക്ക് ഫ്രൈ. എന്താ ഇത് പോർക്ക് ഫ്രൈ സാധനം, ഒന്നാന്തരം പോർക്ക് ഫ്രൈ. ഈ ഷാപ്പിലെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു സെറ്റപ്പ് സംഭവമാണ്. ഇത് ബീഫ് ഫ്രൈ, ഇത് ലിവർ ഫ്രൈ, ഇത് ബോട്ടി ഫ്രൈ, ഇത് കക്ക ഫ്രൈ. എന്ത് വേണ്ട എല്ലാ ആട്ടുംപോട്ടി എന്ന്. പിന്നെ ഉണക്കമീനുണ്ട് അല്ലേ? പള്ളത്തി വറുത്തുണ്ട്, ആറ്റുമീനുണ്ട്. അതെ, അങ്ങനെ എല്ലാ തലക്കറിയുണ്ട്, കാട ഫ്രൈ ഉണ്ട്, കാട റോസ്റ്റ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് മീനിന്റെ എന്തെങ്കിലും നമുക്ക് മീൻ വെക്കണം. അങ്ങനെ പള്ളത്തി പിടിക്കാം. ഏതായാലും നമുക്ക് മോളോട് ഇരുന്നിട്ട് കഴിച്ചാലോ? അതെ, അത് നിർബന്ധം. അതെ, അപ്പൊ അതും നമുക്ക് കഴിക്കാം. ഏതായാലും നമുക്ക് പോയി ഏതെങ്കിലും ഇരിപ്പിടം കണ്ടെത്താം, എന്നിട്ട് അവിടെ പോയിരുന്ന് കഴിച്ച് ഓർഡർ ചെയ്യാം. ഞങ്ങളപ്പോഴത്തെ റൂമിൽ കയറി. AC റൂമും ഉണ്ട്, അല്ലാത്ത റൂമും ഉണ്ട്. അപ്പോൾ ഇച്ചിരി ചൂട് കൂടിയുണ്ട്, നമ്മുടെ ചൂടിന്റെ ആധിക്യമുള്ളതുകൊണ്ട് ഞങ്ങൾ മുറിക്കകത്ത് കയറി പന്നി ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ കുറെ ഐറ്റംസ് വരുന്നുണ്ടല്ലേ? സൂപ്പർ അല്ലേ? അതിന്റെ കൂടെ നല്ല കിടു കള്ളു. സൂപ്പർ. അപ്പൊ ഏതായാലും നമുക്ക് ഫുഡ് വരാനുള്ള വെയിറ്റിംഗിലാണ് അല്ലേ? ഇതാണ് നമുക്ക് ഫ്രഷായിട്ട് വരാലിനെ പിടിച്ച് നമുക്കിവിടെ കറിയും വെക്കാം. ഇതാണല്ലേ ഫ്രഷായിട്ട്, ഫ്രഷ് സാധനമാണ്. ഇതിനോട് പറയാൻ ഈ മീൻ വേണമെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു തരും. കറിയും ഈ മീൻ നമ്മൾ ഇട്ടാക്കാം അല്ലേ? തട്ടിയേക്കാം. ഓക്കെ. നേരെ അടുക്കളയിലേക്ക്. ഫ്രഷ് മീനാണ്, എല്ലാം സെറ്റായി. മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് നമുക്ക് ഇടണം അല്ലേ? ഏത് എണ്ണക്കകത്തോ ഇട്ടു? ഏത് എണ്ണക്കകത്താ? സോനേഷ് ഇട്ടോ? അടിപൊളി ഇട്ടു. അടിപൊളി. ഇത് കണ്ടോ? ഇവിടെ ചങ്ങനാശ്ശേരി കറിവച്ചാല ഭാഗത്തൊക്കെ മലബാർ കപ്പ എന്ന് പറയും, ഇവിടെ ചെണ്ടക്കപ്പ എന്ന് പറയും. അതിന്റെ കൂട്ടത്തിൽ ഒന്നാന്തരം വറുത്ത മീന്. ആ മീൻ എന്നാന്നറിയോ? ഇവിടെ മത്തി. ഇവനാണ് മാസ്റ്റർ. സൂപ്പർ സംഭവമാണ്. കായികയുടെ വെള്ളം വരുന്നു, കിട്ടുന്ന സംഭവം. നമ്മള് സോനീഷ് വറുത്ത മീൻ നോക്കിക്കേ. സോനീഷ് വറുത്ത മീൻ കേട്ടോ, ഒന്നാന്തരം ലൈവായിട്ട് പിടിച്ച് വറുത്ത സാധനം. അടിപൊളി സംഭവം കേട്ടോ, സൂപ്പർ. ഷാപ്പിൽ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് വന്നു. സുഹൃത്തെ പേര് പറഞ്ഞേ. നിതിനാണ്. നിതിൻ ഇവിടെ അല്ലേ? ഗോൾഡ് കോസ്റ്റിലാണ്, ബ്രിസ്ബനിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് നിതിൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് കയറി വന്നു അല്ലേ? കണ്ടത് വളരെ സന്തോഷം കേട്ടോ. അപ്പൊ അതേ കൂടാതെ നമ്മുടെ പോട്ടി വന്നേക്കാണ്, ആട്ടുംപോട്ടി. അതെ, ആട്ടുംപോട്ടി പിടിക്കുന്ന സാധനം. നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം വന്നിട്ടുണ്ട്. മാസ്റ്റർ ഇതെന്നാ സംഭവം? സിസിലർ ഇതേന്റെ സംഭവം. കൂന്തൽ കിഴി കത്തിച്ചല്ലേ? അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അത് കടവ് ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റമാണ് കൂന്തൽ കിഴി കത്തിച്ചത്. ഇനി കിഴി നീ ഒന്ന് അഴിച്ചു നോക്കിയാൽ നോക്കട്ടെ. ഈ കിഴി ഒന്ന് അഴിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ കിഴിക്കകത്ത് ഇത് വാഴയിലക്കകത്തുള്ള സംഭവമാണ്. കാരണം വാഴയില വെച്ചിട്ട് അതിനാണ് തന്നെ ചുമ വരുന്നു. പൊട്ടിക്കുമ്പോൾ സൂപ്പർ സാധനം. അടിപൊളി സംഭവം. സാധനം എന്നാ മനോജ്? ഇത് സത്യം പറയുന്നത് പോർക്ക് റിബ്. വാരിയല്ലാണ് സാധനം. സൂപ്പർ സാധനമാണ്. ഇത് ഗാർണിഷ് ഒക്കെ കാഷ്യൂ ഒക്കെ ഇട്ട് നല്ല കിടുക്കിനാണ്ട് അവർ ഗാർണിഷ് ഒക്കെ ഇട്ട് നല്ല പ്രസന്റേഷൻ. സൂപ്പർ. ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഈ ഷാപ്പ് വന്നിട്ട് എന്ത് തോന്നുന്നു? അടിപൊളി ആണോ? ഈ പോർക്ക് റിബ് കൊണ്ട് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ? പോർക്ക് റിബ് അങ്ങനെ ഡ്രൈവ് ചെയ്യണം. മനുവാണ് നമ്മുടെ വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ. അതെ, 006. ആരും മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റഗ്രാമിൽ
ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് നിങ്ങളാ പറയണ്ടേ? അടിപൊളി ഫുഡ്. മന ഫുഡ് എങ്ങനെ സൂപ്പർ ഫുഡ് ആണല്ലേ? മറ്റേ കിഴി ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല, അടിപൊളിയാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് പല ഷാപ്പിൽ കയറി ഇറങ്ങിയ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ആ ഫുഡിന്റെ വായിലെ രുചി ഇപ്പോഴും നമ്മുടെ വായിൽ നിന്ന് പോയിട്ടില്ല. എനിക്ക് പോർക്ക് റിബ്സിന്റെ രുചിയാണ്. അതെ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ മുതലാളി ഭയങ്കര നാണമുള്ള ഒരാളാണ്. വീഡിയോ സമ്മതിക്കില്ല. പക്ഷെ പുള്ളി ഒരു പൈസയും വേണ്ട, പക്ഷെ പൈസ കൊടുക്കും. പൈസ മുതലാളിനെ പ്രതികരിച്ച് വേറെ ആളെ വിട്ടിട്ടുണ്ട്, മുതലാളിയുടെ മാനേജർ. ഞങ്ങളുടെ ബില്ല് അത് തരുന്നു. അപ്പോ ഒരിക്കൽ കൂടി കടവ് ഷാപ്പിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ ഈ റൂട്ട് ഏതാ സുരേഷേ? പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഫർണങ്ങാനത്തിനടുത്ത് ഒരു അമ്പാർ വരപ്പിന്റെ ബിവറേജ് ഉണ്ട്, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ്. അപ്പൊ അതെല്ലാവർക്കും ലോക്കൽ എല്ലാവർക്കും അറിയാം. വരുന്നവരെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുക. നല്ല ഒന്നാം തരം ഫുഡാണ്, ഒന്നും പറയാനല്ലേ. എഴുതി വെച്ചിരിക്കുന്നത് നോക്കാൻ അതിഥിയാണ് നിങ്ങൾ, അതിഥിയാണ് ഞങ്ങൾ, മനസ്സറിഞ്ഞ് വിളമ്പുകയാണ് ലക്ഷ്യം, രുചിയറിഞ്ഞ് കഴിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അതാണ് കടവ് ഷാപ്പ്.